നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഭാരത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വിപുലമാക്കാൻ കേന്ദ്ര സർക്കാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ജനങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനാണ് BJPയുടെ നിർണായക നീക്കം. ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഭാരത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ എത്തിക്കും. അരി, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, സവാള എന്നിവ ഭാരത് ബ്രാൻഡിൽ വിൽക്കും. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെയുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴിയും വിൽപ്പന വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര നീക്കം. കിലോയ്ക്ക് 20 രൂപയ്ക്കാണ് ഭാരത് അരി ജനങ്ങളിലേക്ക് എത്തുന്നത്. 5 കിലോ, 10 കിലോ പാക്കറ്റുകളിലാണ് അരി വിൽക്കുക. ഭാരത് അരിക്കൊപ്പം കടലപ്പരിപ്പും നൽകുന്നുണ്ട്. 60 രൂപയാണ് 1 കിലോ കടലപ്പരിപ്പിന്റെ വില. FCI ഗോഡൌണുകളിൽ നിന്നും അരിയും കടലപ്പരിപ്പും പ്രത്യേക പാക്ക് ചെയ്താണ് വിതരണം ചെയ്യുന്നത്. കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ, കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഫെഡ് എന്നീ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര ജീവനക്കാരുടെ സൊസൈറ്റിയുടെ കീഴിലുള്ള റിട്ടേൺ ശൃംഖലയായ കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് ഭാരത് അരിയുടെ വിതരണം. ഭാരത് അരി വിൽപ്പനയ്ക്ക് എത്തിച്ചത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ മുഖേന വിലക്കുറവിൽ ഭാരത് അരി വിതരണം ചെയ്യാനുള്ള നീക്കം തെരഞ്ഞെടുപ്പിലാക്കിയുള്ളതും ഫെഡറൽ തത്വങ്ങളുടെ നേരെയുള്ള കടന്നാക്രമണവുമാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ആരോപിച്ചിരുന്നത്. കേന്ദ്രത്തിന്റേത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ്. നിയമപ്രകാരം ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യേണ്ടത് റേഷൻ സ്റ്റോറുകൾ വഴിയാണ്. അരി വാങ്ങാൻ സംസ്ഥാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കണമെന്നും GR അനിൽ ആവശ്യപ്പെട്ടിരുന്നു.